ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചോക്ലേറ്റ് ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതുണ്ടാക്കാൻ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കണില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് 250 ml മെഷറിംഗ് കപ്പിന് ഞാൻ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതൊരു ചോക്ലേറ്റ് കേക്കാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കേക്കിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മൈദയിലും കൊക്കോ പൗഡറിലൊക്കെ നിറയെ കട്ടകളുണ്ടാകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനും പിന്നെ ഈ പൊടികളൊക്കെ ഈവണായിട്ടൊന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ട് ഇത് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊരു പഴം കൂടി ചേർത്തിട്ടുള്ള കേക്കാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റോബസ്റ്റ പോലുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പക്ഷേ പുളിയില്ലാത്ത നല്ല മധുരമുള്ള ടൈപ്പ് പഴം എടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളിതുപോലുള്ള ഒരു 1.5 പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒരു 1.5 പഴം തന്നെ മതിയാവും, 2 പഴം വേണ്ടി വരില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ, അപ്പോഴാണ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പഴവും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടണം, ആ രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണല്ലോ ചേർത്തിട്ടുള്ളത്, അപ്പോൾ ഒരു 2-3 മിനിറ്റ് എടുക്കും ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴവും പഞ്ചസാരയും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്കിൽ ചേർക്കാനായിട്ട് ഒരു 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബൗളിലും അതെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇതിലേക്ക് ഇനി നമ്മൾ കേക്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊന്ന് കുറയാനും അതുപോലെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ബീറ്റ് ചെയ്യാൻ ഇതുപോലെ ഹാൻഡ് വിസ്കോ ബീറ്ററോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത് രണ്ടും കയ്യിലില്ലാത്തവർ മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഈ മുട്ട ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴവും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് മണമില്ലാത്ത ഏത് ഓയിലും എടുക്കാം. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് മിക്സ് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയായി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെക്കണമെന്നില്ല, നമ്മൾ എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇത് ബേക്കായി കഴിഞ്ഞാൽ കേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ ഇതുപോലെ കേക്ക് ടിൻ തന്നെ എടുക്കണം എന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതേതെങ്കിലും എടുത്താലും മതി. ഇനി ഈ ബാറ്റർ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമ്മൾ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, ഇതുപോലെ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഈ പാത്രം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഈ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആ മൈദയും മുട്ടയെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ എടുക്കണമെന്നില്ല, നമുക്കത് കുക്കറിലോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം.
ഇനി ഈ പാത്രം നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് സമയമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ബേക്കിംഗ് ടൈമിന് ഓരോരുത്തരുടെയും സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം കേക്ക് ബേക്കായോ എന്നറിയാൻ ഇതുപോലെ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് കേക്കിൻ്റെ സെൻറ്ററിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ മാവൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി നമുക്കത് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ടിന്നിൽ നിന്ന് എടുക്കാം. ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കത്തി വെച്ചിട്ട് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ അതുപോലെ ഒന്ന് വെടിയിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളകി വരും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു മോയിസ്റ്റ് കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്